എന്നെ നിരീശ്വരവാദത്തിലെ എത്തിക്കുകയും വളരെ കാലം അതിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്ത പ്രധാന ഘടകങ്ങളിലൊന്നായിരുന്നു ഖുറാനിലെ നരക സങ്കല്പം. ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു: 60-70 വർഷം ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ കാലഘട്ടത്തിനിടയ്ക്ക് ചെയ്യുന്ന എന്താ തെറ്റായാലും അതിന് അനന്തമായി നരകശിക്ഷ അനുഭവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നീതിബോധത്തിന്, കാരുണ്യത്തിന് ഒന്നും ചേർന്നതല്ല. അതായിരുന്നു എൻ്റെ ഒരു ബോധ്യം. സ്വർഗം, നരകം മാത്രമല്ല, സ്വർഗവും അവിടെ അനന്തമാണ്. അക്കാലത്ത് നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് 80കളുടെ തുടക്കത്തിലാണ്. എറ്റിഗോവിൻ്റെ പുസ്തകങ്ങൾ, ഇടമറകിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ കേരള ശബ്ദത്തിൽ നിരന്തരമായി വരുന്ന ലേഖനങ്ങൾ, പിന്നെ ട്രിവാൻഡ്രം ഹോട്ടൽ, പുളിമൂട് ജംഗ്ഷനിലുള്ള ട്രിവാൻഡ്രം ഹോട്ടലിലായിരുന്നു ഇടയ്ക്കൊക്കെ കൂടുന്നത്. പിന്നെ കേരള യുക്തിവാദി സംഘത്തിൻ്റെ തേരാളി എന്ന പേരിലൊരു മാസിക ഉണ്ടായിരുന്നു, വീക്കിലി ആയിരുന്നു. അത് ഇടയ്ക്ക് മാസികയും പിന്നെ വീക്കിലിയും ഒക്കെ ആയി ഇങ്ങനെ മുടങ്ങിയും ഒക്കെ വരുമായിരുന്നു. അങ്ങനെ ചില ഈ ദിവ്യാത്ഭുത അനാവരണം, അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ പരിപാടി, അത്രയേ ഉള്ളൂ, എങ്കിൽ പോലും ഉണ്ടായിരുന്നു. ഇവിടെ വിഷയം അതല്ല. ഖുറാനിലെ ഈ നരകത്തെക്കുറിച്ചുള്ള വിശദീകരണം ഭൂമിയിൽ അവിശ്വാസികളും അക്രമികളുമായി ജീവിക്കുന്ന മനുഷ്യൻ്റെ പരലോകത്തെ ജീവിതത്തിലെ ഒരു ഘട്ടം അവരുടെ കർമ്മപുസ്തകം അവരുടെ കയ്യിൽ നൽകുന്നതാണ്. അത് കാണുമ്പോഴുള്ള ഭൂമിയിൽ അക്രമം പ്രവർത്തിച്ചവരുടെ പ്രതികരണവും കൂടി ഖുറാൻ ഉദ്ധരിക്കുന്നുണ്ട്. ആ ഭാഗം ഇങ്ങനെയാണ്: വബുദിയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലു യാ വൈലത്തനാ മാ ലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ എന്ന് അങ്ങനെ പോകുന്നു ആ വചനം. ഇതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വന്തം കർമ്മപുസ്തകം കാണുമ്പോൾ ഭൂമിയിൽ അക്രമികളായിരുന്നവർ ഇങ്ങനെ വിലപിച്ചുകൊണ്ട് പറയുന്നത്രേ, ഈ പുസ്തകം, ഈ എൻ്റെ ഈ കർമ്മരേഖ എനിക്ക് കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ ചെയ്ത ഒരു ചെറിയ കാര്യം പോലും ഇതിൽ വിട്ടുപോയിട്ടില്ല, എല്ലാം ഇതിനകത്തുണ്ട്. ഇതെൻ്റെ കയ്യിൽ കിട്ടാതിരുന്നുവെങ്കിൽ, ഇതൊക്കെ ഞാൻ ഓർമ്മിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മരണത്തോടെ ജീവിതം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ ഭൂമിയിൽ അക്രമികളായി ജീവിച്ചിരുന്നവർ വിലപിക്കുമെന്ന് ഖുറാൻ ഉദ്ധരിക്കുന്നുണ്ട് അവരുടെ വാക്കുകൾ. പക്ഷെ അപ്പോഴും എന്നെ അലട്ടിയ പ്രശ്നം ഇതായിരുന്നു: 60, 65 അല്ലെങ്കിൽ 70, പരമാവധി 100 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മത്തിന് ഇങ്ങനെ അനന്തമായി നരകത്തിൽ കത്തിക്കുന്നതും ശിക്ഷിക്കുന്നതും അനീതിയല്ലേ? ദൈവത്തിൻ്റെ നീതിബോധത്തിന് ചേർന്നതാണോ? ഇതായിരുന്നു എൻ്റെ ചിന്ത. പക്ഷെ പിൽക്കാലത്ത് എനിക്ക് ബോധ്യമായ ഒരു കാര്യം: 60-70 വർഷം കൊണ്ട് ഒരു മനുഷ്യന് അനന്തമായി നരകത്തിൽ കിടക്കാൻ അർഹമാകുന്ന വിധമുള്ള തിന്മകൾ ചെയ്തു കൂട്ടാൻ കഴിയും. ഭീകരമായ ആശയങ്ങൾ മനുഷ്യർക്ക് നൽകി ഈ വ്യക്തികളുടെ മരണശേഷവും തലമുറകൾ ഭൂമിയിൽ നാശമുണ്ടാക്കാൻ അവർക്ക് കഴിയും. 10,000-ങ്ങളെയും ലക്ഷങ്ങളെയും കൊന്നുതള്ളി തലമുറകളെ നശിപ്പിച്ച് മനുഷ്യ വംശത്തിന് തന്നെ തീരാ ദുരന്തം ഉണ്ടാക്കി കടന്നുപോയ എത്രയോ പേർ. ഭൂമിയിൽ ആർക്കും അവർക്ക് അർഹമായ ശിക്ഷ നൽകാൻ കഴിയില്ല. അതേസമയം അവർ ഖുറാൻ വിവരിക്കുന്ന പോലുള്ള ഒരു അനന്തമായ നരകത്തിന് അർഹമാകുന്ന പ്രവൃത്തികൾ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ ഒരു നരകം ഇല്ലായിരുന്നെങ്കിൽ അതെത്ര വലിയ അനീതിയാകുമായിരുന്നു എന്നാണ്.